നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, 2 ദിവസമായി കോഴിക്കോട് നടക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അതിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൽ ഏറ്റവും ടൈറ്റായ ഷെഡ്യൂളോടുകൂടെയാണ് നമ്മുടെ ഫോർനൂൺ സെഷൻ അവസാനിച്ചത്. സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിക്കാൻ ഇത്തിരി വൈകിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 3 സെഷനുകൾ കൂടി, പഠന സെഷനുകൾ കൂടി നമുക്കിന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. മഗ്‌രിബിന് മുമ്പ് 2 സെഷൻ പരിസ്ഥിതിയും വികസനവും ബന്ധപ്പെട്ടുകൊണ്ടുള്ള, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ചർച്ചകളാണ് നമുക്ക് പൂർത്തീകരിക്കേണ്ടത്. ഈ ചർച്ചയിൽ പരിസ്ഥിതി വികസനം എന്ന അജണ്ടയിൽ നമ്മളിവിടെ തുടക്കം കുറിക്കുന്ന ഈ സെഷൻ വളരെ സന്തോഷപൂർവമാണ് ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രസംഗം നാം ശ്രവിച്ചത്. യൂത്ത് ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗ് പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ വളരെ തൽപരതയോടുകൂടെ ഇടപെടാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനകളായിരുന്നു മുസ്ലിം ലീഗ് ഒരു ഹരിത അജണ്ട ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രഭാഷണം. ഭൂമിയിലെ മനുഷ്യജാലവും സസ്യജാലങ്ങളും അടക്കം സർവവിധ കൃമികീടങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പരിസ്ഥിതിയുടെ സംരക്ഷണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടി, മനുഷ്യന്റെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ ഇടപെടലുകളാണ് വർത്തമാനകാലത്ത് സാധ്യമായി കൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി 100-110 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്തുണ്ടായ നമ്മളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു അണക്കെട്ട് ഭീതിതമായി നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ മരണം വിതക്കുന്ന ഒരു ബോംബായി പൊളിഞ്ഞു വീഴുമോ എന്ന് പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ഗുണ്ടായിസങ്ങൾ, അതിൽ പാലവും തോടും അണക്കെട്ടുകളും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ള പുതിയ പുതിയ ചർച്ചകൾ നമ്മുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോഴും പുതിയ അണക്കെട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നു. ഒരണക്കെട്ടിന് എത്ര കാലം ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 100-110 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരണക്കെട്ടും ഒരു നിർമ്മാതാക്കളും നിർമ്മിക്കാൻ തയ്യാറുമാകുന്നില്ല. എന്നാൽ ഇതിനകം ഉണ്ടാക്കിയെടുത്ത അണക്കെട്ടുകൾ, മുല്ലപ്പെരിയാറിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരണക്കെട്ട് പൊട്ടിയാൽ 35 ലക്ഷം ആളുകൾ മരിച്ചേക്കും എന്നാണ്. അങ്ങനെ എങ്കിൽ ഒരു നിശ്ചിത കാലത്തിനകം പൊട്ടാനിരിക്കുന്ന എത്രയെത്ര അണക്കെട്ടുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരാശങ്ക നമ്മൾ സ്വയം ആവാഹിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ മുമ്പ്, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ, നമ്മുടെയൊക്കെ സമീപങ്ങളിൽ നമ്മൾ ഒരു കോൺക്രീറ്റിന്റെ വലിയ വലിയ കാടുകൾ തീർക്കുകയാണ്. പാരിസ്ഥിതികമായ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടുകൾ. കഴിഞ്ഞ ദിവസം CR നീലകണ്ഠൻ സാറ് പറഞ്ഞതുപോലെ പ്രകൃതിയിൽ മനുഷ്യനുണ്ടാക്കുന്ന മുഴുവൻ നിർമ്മിതികളും പ്രപഞ്ച നിയമത്തിനെതിരെയുള്ള മനുഷ്യന്റെ ഗുണ്ടായിസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ചർച്ചകൾ ഒരു ഭാഗത്ത് ശക്തിപ്പെടുമ്പോൾ നമ്മളൊക്കെ ഒരു നിശ്ചിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. പുതിയ പുതിയ മാറ്റങ്ങളുടെ, പുരോഗതിയുടെ അത്യന്താധുനികമായ സൗകര്യങ്ങളിലെ ഉയരങ്ങളിലേക്ക് ഓരോ ദിവസവും നമ്മളിങ്ങനെ പറന്ന് തുടങ്ങുന്നവരാണ്. ഈ പുരോഗതി അനന്തമായി നീളുകയാണ്. ഈ പുരോഗതിയുടെ അടിത്തറ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വികസനമാണ്. ആ വികസനങ്ങളെ മനസ്സിലാക്കാൻ, ആ ഒരു വികസനവും പാരിസ്ഥിതികമായ താൽപ്പര്യങ്ങളും എവിടെയൊക്കെ കൂട്ടിമുട്ടുന്നു എന്ന്, എവിടെയൊക്കെ എതിരായി സംഭവിക്കുന്നു എന്ന് വളരെ വ്യത്യസ്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ്. അത്തരം ചർച്ചകൾ നമ്മുടെ സാധാരണ സമൂഹം വരെ വളരെ താല്പര്യത്തോടുകൂടെ കാണുന്ന ഒരു കാലത്താണ്
നമ്മളിങ്ങനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു സെഷൻ എന്നുള്ള രൂപത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ചങ്ങറയും അതുപോലെയുള്ള വ്യത്യസ്ത സമരങ്ങൾ ഏറ്റെടുത്ത മുസ്ലിം യൂത്ത് ലീഗ് വളരെ പ്രാധാന്യത്തോടുകൂടെയാണ്, താല്പര്യത്തോടുകൂടെയാണ് ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ സംബന്ധിക്കാമെന്ന് നമ്മോട് ഏറ്റിരുന്നത് കൂടംകുളം സമരം നിങ്ങൾക്കറിയാം. കൂടംകുളം ആണവ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ആണവ പ്രൊജക്ടിനെതിരെ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ SP ഉദയകുമാർ സാറായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റത്. അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കിക്കൊണ്ടാണ് ഈ സെഷന്റെ പല സമയക്രമങ്ങൾ കൂടി നമ്മൾ മാറ്റിവെച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം 2 പ്രാവശ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഒരാഴ്ചക്കുള്ളിൽ കൂടംകുളം ആണവ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രൂപത്തിൽ വളരെ മാസീവായ ഒരു പ്രൊട്ടക്ഷൻ ഇന്ന് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായി അത് നേതൃത്വം കൊടുക്കുന്ന ഉദയകുമാർ സാറിന് വരാൻ കഴിയില്ല എന്ന് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം അറിയിച്ചതുകൊണ്ട് അദ്ദേഹം തന്നെ നിയോഗിച്ച 2 പ്രതിനിധികളാണ് പാരിസ്ഥിതിക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇങ്ങനെ അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഇടപെടുന്നത് ബഹുമാന്യനായ സമദാനി സാഹിബാണ്. തന്റെ വാഗ്വിലാസം കൊണ്ട് ഒരു ജനതയെ ആകർഷിച്ച വളരെ മനോഹരമായ ആശയ സംവിധാനങ്ങളെ കൊണ്ട് നമ്മുടെ ചിന്തകളെ പുഷ്കലമാക്കിയ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി സാഹിബിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ വളരെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത് എന്നും നമ്മുടെ ചിന്തകൾക്ക് ചൂട് പകർന്ന് ഒരാവേശമായി ഒരു കുട്ടിത്വത്തിന്റെയോ യുവത്വത്തിന്റെയോ ആവേശം പോലെ വളരെ ചടുലമായി മലയാള ചിന്താധാരയെ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഏറെക്കാലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സിവിക് ചന്ദ്രൻ സാറാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങളെ വളരെ കാലമായി ഞങ്ങളോടൊപ്പം നിന്ന് കണ്ടും പറഞ്ഞും ഗുണദോഷിച്ചുമൊക്കെ ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട സിവിക് സാറിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം. പ്രിയപ്പെട്ട കെ രാമചന്ദ്രൻ സാറ്, കൂടംകുളം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യ സമിതിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയും വളരെ പ്രസിദ്ധനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനുമാണ്. രാമചന്ദ്രൻ സാറിനെയും വളരെ സ്നേഹത്തോടുകൂടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഇതിന്റെ ആമുഖ ആദ്യമായിട്ട് ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുസമദ് സമദാനി സാഹിബിനെ സ്നേഹാദരപൂർവ്വം